യെശയ്യാ പ്രവചനം 38 അധ്യായം അതിൻ്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം ഹിസ്കിയ രാജാവിനെ കുറിച്ചാണ് വായിക്കുന്നത്. 2 രാജാക്കന്മാർ 20 അധ്യായത്തിലും ഈ ഭാഗങ്ങൾ നാം കാണുന്നുണ്ട്. ഹിസ്കിയാവ് യഹൂദ രാഷ്ട്രത്തെ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. ഒരു ദൈവഭക്തനായ, ജീവനുള്ള ദൈവത്തെ ഭയപ്പെടുകയും ദാവീദിൻ്റെ വഴികളിൽ നടക്കുകയും എല്ലാം ചെയ്ത ഒരു ഭക്തനായ രാജാവായിരുന്നു ഹിസ്കിയാവ്. എന്നാൽ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതികൂലം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ അദ്ദേഹത്തിന് ഒരു മരിക്കത്തക്ക രോഗം പിടിച്ചു എന്നാണ് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നത്. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു, മരിച്ചു പോകുന്നതായ ഒരു രോഗം. പിന്നീട് ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല, പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ല. എല്ലാവരും ഒരു രാജാവായിരിക്കുമ്പോൾ ധാരാളം ഡോക്ടർമാർ ചികിത്സിക്കുവാൻ കാണും, വൈദ്യന്മാരുണ്ടായിരിക്കും. എല്ലാവരും വന്നിട്ട് പറഞ്ഞു മരിച്ചു പോവുകയുള്ളൂ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ, നല്ല പ്രായത്തിലാണ്, ഒത്തിരി നാളുകളൊന്നും ആയിട്ടില്ല, രാജ്യഭാരം കയ്യിലെടുത്തിട്ട് ഒത്തിരി വർഷങ്ങളൊന്നും ആയിട്ടില്ല, ഇനിയും ദീർഘനാളുകൾ ജീവിച്ചിരുന്ന് രാജ്യം ഭരിക്കാനുള്ളതായ ശേഷിയെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഒരു മാരക രോഗം പിടിപെട്ടു, മരിക്കത്തക്ക രോഗം. എല്ലാവരും മരിച്ചു പോകുമെന്ന് വിധി എഴുതി. അന്ന് പ്രവാചകനായിരുന്ന ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ, ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്ന യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. അദ്ദേഹത്തിന് മാരകമായ രോഗമാണ് പിടിപെട്ടത്. തൻ്റെ രോഗത്തെക്കുറിച്ചുള്ളതായ വലിയ വ്യാകുലങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം ഉള്ളിലിരിക്കുമ്പോൾ തന്നെ അന്നത്തെ പ്രവാചകൻ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യുന്ന പ്രവാചകനായ യെശയ്യാവ് തൻ്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് രാജാവിനോട് ധൈര്യപൂർവ്വം പറയുകയാണ്, നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നിൻ്റെ കാര്യങ്ങളെല്ലാം വേഗം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല. അത് വളരെ കർശനമേറിയ ചില വാക്കുകളായിരുന്നു. കാരണം ജീവനുള്ള ദൈവമാണ് അരുളി ചെയ്യുന്നത്. പ്രവാചകൻ്റെ നാവിലൂടെ അരുളി ചെയ്തത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റം വരികയില്ല. നീ മരിച്ചു പോകും, നീ സൗഖ്യമാകയില്ല എന്ന് വളരെ ക്ലിയറായിട്ട്, കറക്റ്റായിട്ടാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചത്. നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. മാത്രമല്ല, ഒരു ഉപദേശവും കൂടി രാജാവിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു. നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. നീ ഇന്ന് പോകുന്നതായ പോക്ക് പോലെ പോയാൽ പോരാ, നീ കുറച്ചുകൂടി കാര്യങ്ങൾ ക്രമീകരിക്കുക. ഇന്ന് വരെ നീ എൻ്റെ വഴികളിൽ നടന്നു, ദൈവഭക്തനായ ഒരു വ്യക്തിയായിരുന്നു, കാര്യമെല്ലാം ശരിയാണ്. പക്ഷേ എങ്കിലും നിൻ്റെ ഗൃഹകാര്യം നീ ക്രമത്തിലാക്കുക. നീ കുറച്ചുകൂടി നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണോ ക്രമീകരിക്കേണ്ടത്, ഒരുപക്ഷെ വീട്ടുകാര്യങ്ങളായിരിക്കാം, മക്കളുടെ കാര്യങ്ങളായിരിക്കാം, ഭാര്യയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, രാജ്യത്തെ ഭരിക്കുന്ന കാര്യങ്ങളായിരിക്കാം, എന്തു തന്നെ ആയിക്കോട്ടെ, തൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുളപ്പാട് കൊടുക്കുകയാണ്. എന്നാൽ ഈ വാക്കുകളെ കേട്ട ഹിസ്കിയ രാജാവ്, ഇവിടെ നാം വായിക്കുന്നുണ്ട്, അപ്പോൾ ഹിസ്കിയാവ് മുഖം നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കാണ് ഇങ്ങനെയൊരു അരുളപ്പാട് ലഭിക്കുന്നെങ്കിൽ നാം ഒരുപക്ഷെ പതറിപ്പോകും. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വ്രതസ്ഥൻ പ്രവാചകനാണ് പറയുന്നത്. പ്രവാചകൻ്റെ നാവിലൂടെയാണ് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തത്, നീ സൗഖ്യമാകയില്ല, നീ മരിച്ചു പോകും. എന്നാൽ ഹിസ്കിയാവ് മുഖം ചുവരിനോട് ചേർത്ത് പ്രാർത്ഥിച്ചു. തൻ്റെ ജീവനുള്ള ദൈവത്തോട്, താൻ അന്ന് വരെ സേവിച്ച കരുണയുള്ള തൻ്റെ കാരുണ്യവാനായ സ്വർഗത്തിലെ അപ്പനോട് മുഖം ചുവരിന് നേരെ തിരിച്ച് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. രാജാവ് വളരെയധികം കരഞ്ഞു. രാജാവാണ്, രാജ്യത്തെ ഭരിക്കുന്ന വ്യക്തിയാണ്, ഉന്നതനായ ആളാണ്. എന്നാൽ അദ്ദേഹം തൻ്റെ പ്രതികൂല സമയങ്ങളിൽ മുഖം ചുവരിനോട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ കഷ്ടത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നാളുകൾ വന്നേക്കാം. ഒരുപക്ഷെ ചില അരുളപ്പാടുകൾ നമുക്ക് തന്നെ ചിലപ്പോൾ പ്രതികൂലമെന്ന് തോന്നുന്നതായ ചില ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് ലഭിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ഒരു ദൈവ പൈതൽ ചുവരിനോട് മുഖം ചേർത്ത് വെച്ച് തൻ്റെ മുഴങ്കാലുകൾ മടക്കി മുട്ടിന്മേൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്.
ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതുപോലെ. അതെ, നാം ഇവിടെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹിസ്കിയാവ് വളരെയധികം കരഞ്ഞു. തൻ്റെ സ്നേഹമുള്ള സ്വർഗത്തിലെ അപ്പൻ്റെ അരികിൽ, താൻ സേവിച്ചു വന്ന ദൈവത്തിൻ്റെ അരികിൽ, കർത്താവേ, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ അങ്ങയെ സേവിച്ചു എന്നുള്ളത് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ജീവനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് വീണ്ടും യെശയ്യാ പ്രവാചകന് ലഭിച്ചു. അതിങ്ങനെയായിരുന്നു: നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അതെ, കുറേയേറെ വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. കുറേയേറെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ജീവനുള്ള ദൈവം തൻ്റെ പ്രവാചകനിലൂടെ വീണ്ടും ഹിസ്കിയാ രാജാവിനോട് അരുളി ചെയ്യുകയാണ്. അത് ഹിസ്കിയാവ് ആദ്യം യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തത് കേട്ടിട്ട്, നീ മരിച്ചു പോവുകയുള്ളൂ, നീ സൗഖ്യമാകുകയില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ നിരാശപ്പെട്ടു പോയിരുന്നെങ്കിൽ, അതെ, തൻ്റെ ജീവിതം ഇവിടെ തീർന്നു, ജീവനുള്ള ദൈവമല്ലേ പറഞ്ഞത്, അത് എൻ്റെ ആയുസ് തീർന്നിരിക്കുന്നു എന്ന് സ്വയമേ വിചാരിച്ച് അത് വിശ്വസിച്ച് അനങ്ങാതിരുന്നുവെങ്കിൽ തൻ്റെ ആയുസ് അവിടെ വെച്ച് തീർന്നു പോകുമായിരുന്നു. എന്നാൽ വീണ്ടും അദ്ദേഹം മുഖം ചുവരിനോട് ചേർത്ത് വെച്ച് കരഞ്ഞപ്പോൾ ജീവനുള്ള ദൈവം ഹിസ്കിയാവിന് ആയുസ് നീട്ടിക്കൊടുത്തു. നാം പാടാറുള്ള ഒരു പാട്ട് ഇങ്ങനെയാണ്, ഇപ്രകാരമാണ്: പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും, യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകിൽ നിശ്ചയം ഫലം. മടുത്തു പോകാതൊടുക്കത്തോളം പ്രാർത്ഥിച്ചിടണം, തടുത്തു വച്ചാൽ ഒടുങ്ങിടാത്ത ശക്തി പ്രാപിക്കാം. ഇന്നുവരെ എൻ നാമത്തിൽ ചോദിച്ചില്ലല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്കേകാം പൂർണ്ണ സന്തോഷം. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലെന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. ഹല്ലേലൂയ. അതെ, പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും സാധിക്കാത്തത് നാം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. നാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ, ദൈവഹിതപ്രകാരം പ്രാർത്ഥിച്ചാൽ, ദൈവഹിതത്തിന് അനുകൂലമായി പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് പ്രതികൂലമാകാതെ പ്രാർത്ഥിച്ചാൽ, ദൈവവചനങ്ങൾക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നല്ല കർത്താവ് നമ്മുടെ സ്വന്തമാകിയാൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ സന്നിധിയിൽ അറിയിക്കാം. നമ്മുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളതായ സ്വപ്നങ്ങൾ, അത് നമ്മുടെ ആത്മീയ ഭാവിയെക്കുറിച്ചുള്ളതായ നമ്മുടെ കൺസേൺസ്, നമ്മുടെ മക്കളെക്കുറിച്ചുള്ളതായ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ളതായ, അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ളതായ എല്ലാ താല്പര്യങ്ങളും, അത് നമ്മുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ, കർത്താവ് പ്രസാദിക്കുന്ന ആഗ്രഹങ്ങൾ, ദൈവം പ്രസാദിക്കുന്നതായ ആഗ്രഹങ്ങൾ, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയോടുകൂടി ആ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. ഹിസ്കിയാ രാജാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ ഹിസ്കിയാ രാജാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ആ നല്ല കർത്താവ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്കും മറുപടി തരുവാൻ ശക്തനാണ്. ഈ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യഭാരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ക്രൂശിൻ്റെ ചൂട്ടിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ചേർത്ത് വയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം വീണ്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നല്ലവനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. നിങ്ങളുടെ ഭാവിയും ജീവിതവും എല്ലാം ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹ സമ്പൂർണ്ണമാവട്ടെ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.